ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ന്യൂസ് ടോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടതിന് ശേഷം ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് സോഷ്യൽ മീഡിയ എങ്ങനെ നമുക്ക് സെല്ലിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എങ്ങനെ നമുക്ക് ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് എങ്ങനെ സംസാരിക്കാം, അപ്പം ഞാൻ എങ്ങനെയാണ് അങ്ങനെ സംസാരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ആട്ടോ. അപ്പം ഫസ്റ്റിൽ എനിക്ക് ഫോൺ കിട്ടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയർ തുടക്കുന്ന ആ ഒരു ഫസ്റ്റ് ഇയറിന്റെ എക്സാമിന്റെ സമയത്തും സെക്കൻഡ് ഇയറിന്റെയും ആ ഒരു തുടക്കത്തിലുമാണ് എൻ്റെ കയ്യിൽ ഫോൺ കിട്ടുന്നത്. അപ്പം അന്ന് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഫോൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്പോയുടെ ഫോണാട്ടോ. ഇപ്പോഴും ഓപ്പോയുടെ ഫോൺ ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. പിന്നീടാണ് ഞാൻ വിവോയുടെ ഫോണൊക്കെ യൂസ് ചെയ്യുന്നത്. ആ ഒരു ഫോൺ ഒരു 3 വർഷം ഓടിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ വിവോയുടെ ഫോണൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അപ്പം എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് യൂട്യൂബായിരുന്നു. യൂട്യൂബ് ഒന്നും അന്ന് നമ്മൾ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യത്തുള്ളായിരുന്നു. അന്ന് ഇതുപോലത്തെ ഒത്തിരി വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് പാട്ടിൻ്റെ ഒക്കെയുള്ള സോണി മ്യൂസിക്, തമിഴിൻ്റേത്, അങ്ങനെയുള്ള കുറച്ച് വീഡിയോസൊക്കെ ഉള്ളായിരുന്നു. അപ്പം ഇപ്പോഴാണ് ആൾക്കാർ ഒരുപാടായിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സമയം ഞാൻ ചാനലൊക്കെ തുടങ്ങുന്ന സമയത്ത് ഏകദേശം സപ്ലി ഒക്കെ അടിച്ചിരിക്കുന്ന സമയത്താട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പം ആ ഒരു സമയത്ത് ഏറ്റവും ആക്റ്റീവായിട്ടുള്ളത് സിമ്പിൾ മൈ സ്റ്റൈൽ ഉണ്ണിയും, അതുപോലെ തന്നെ അസ്വി മലയാളം, ആ ഒരു ചാനൽ അതൊക്കെയാണ് ഭയങ്കര ആക്റ്റീവായിട്ട്. ടെക് ട്രാവലും, സുരുത്ത്, ആ ഒരു സുരുത്തേട്ടനും, ആ ഒരു ചാനലൊക്കെയാണ് ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരുന്നത്. കുറേ ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത ആ ഒരു ഞാൻ ആദ്യമായിട്ട് കയറുന്ന ടിക്ടോക്കിലാട്ടോ. അത് 2019 ടിക്ടോക്ക് ഒക്കെ ബാൻ ചെയ്യും. ടിക്ടോക്ക് കോവിഡിന് മുന്നേ അത് ബാൻ ചെയ്തു കേട്ടോ. അതായത് ഞാൻ കൂടുതലായിട്ടും അന്ന് ഡബ് സ്മാഷ് ആയിരുന്നു ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പോയിക്കൊണ്ടിരുന്നത്, ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഡബ് സ്മാഷ്, മ്യൂസിക്കലി, അതുപോലെ തന്നെ പിന്നെയാണ് ടിക്ടോക്ക് വരുന്നത്. അപ്പോൾ ടിക്ടോക്കിൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. അതിൽ കൂടുതലായിട്ടും ഞാൻ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഡബ് സ്മാഷിൻ്റെ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രാഫ്റ്റിൻ്റെ ജസ്റ്റ് ഒരു ട്രാക്ക് മാറ്റിയിട്ട് ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും, ഡബ് സ്മാഷിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു വ്യൂ ഇല്ലായിരുന്നു. ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ജസ്റ്റ് ഒന്ന് തുടങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം വ്യൂ അങ്ങോട്ട് കയറി ഫോളോവേഴ്സ് കയറി വന്നപ്പോഴാണ് ടിക്ടോക്ക് നമ്മുടെ ഇന്ത്യയിൽ ബാൻ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഹാൻഡ് മെയ്ഡ് ജ്വല്ലറിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ഒരു ക്ലാസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിലും ഞാൻ അതിൻ്റെ ഒരു കോഴ്സായിട്ട്, ഒരു സെക്ഷനായിട്ട് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ കയറി കാണുക. മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ അത് കാണാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ മെമ്പർഷിപ്പ് എടുത്തിട്ട് താല്പര്യമുള്ളവർ എടുത്തിട്ട് കാണുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തുക. അങ്ങനെ ടിക്ടോക്ക് ബാൻ ചെയ്തു. നേരെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്കും യൂട്യൂബിലേക്കും വെച്ച് പിടിച്ചു. ആ ഒരു സമയത്തൊന്നും നമുക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അതിനനുസരിച്ച് നമുക്ക് കുറേ എക്സ്പീരിയൻസുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ മെസ്സേജസ് വന്നു. അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പം പക്ഷെ നമുക്ക് അങ്ങനെ വന്നാൽ എങ്ങനെ ഡീൽ ചെയ്യണം എന്നൊക്കെ നമുക്ക് അറിയാം. ആ ഒരു ലെവലിൽ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ മെയിനായിട്ടും നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ, അതിപ്പം സെല്ലിങ്ങിനാണെങ്കിലും അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും നമ്മൾ മെയിനായിട്ടും ടെക്നിക്കൽ പരമായിട്ടുള്ള നല്ല ചാനലുകൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അത് ഹിന്ദി ആണെങ്കിലും മലയാളം ആണെങ്കിലും ഏത് ഭാഷയിലുള്ള, ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും നമ്മളത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കാം. ഞാനിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നത് വെച്ചാൽ സാബ് സ്റ്റോക്സ്, പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് കോർണർ മലയാളം, പിന്നെ ഷിജോ പി എബ്രഹാം, ആ ഒരു പുള്ളിയുടെ ചാനലും അതൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വിശ്വാസം തോന്നുന്ന കുറച്ച് പേരുടെയൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഒരാളുടെ ചാനലിലൂടെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പേര് ഞാൻ ഓർക്കുന്നില്ല ആരാണെന്നുള്ളത്. അപ്പം അത്രയും പേര് ചാനൽ ഞാനിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അവരൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ എക്സ്പീരിയൻസുകളാണ് അവർ ഷെയർ ചെയ്യുന്നത്, അവരുടെ അറിവുകളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് വിശ്വാസം തോന്നുന്ന കുറച്ച് പേരുടെയൊക്കെ ചാനലുകളൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അവരുടെ ചാനൽ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻസ് വന്നത് കാണുമല്ലോ. അപ്പം അങ്ങനെ പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സെല്ലിങ്ങിനായിട്ട് ബിസിനസ് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മളത് കംപ്ലീറ്റ്ലി പബ്ലിക് ആക്കണം. പ്രൊഫൈൽ നമ്മൾ പബ്ലിക് ആക്കണം. എങ്ങനെ നമുക്ക് പ്രൊഫൈൽ പബ്ലിക് ആക്കാം, പ്രൈവറ്റ് ആക്കാം, എങ്ങനെ വീഡിയോസ് ഇടാം, അത് എങ്ങനെ ഹുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും, ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും യൂട്യൂബിലും ഗൂഗിളിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പം നമ്മൾ വേറെ ആളോട് ചോദിക്കാതെ നമ്മൾ സ്വയമേ കണ്ടെത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഫോളോ ബാക്ക് എന്നുള്ള രീതിയിൽ ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്യാം, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുള്ള രീതിയിലാണെങ്കിലും അങ്ങനെയാണെങ്കിൽ അൽഗോരിതം ഒരിക്കലും അവിടെ വർക്ക് ആവത്തില്ലെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ വരുന്നതെല്ലാം കൗണ്ട് കാണിക്കും, സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും ഫോളോവേഴ്സിൻ്റെ കൗണ്ടും കാണിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് സ്പാം ആയിട്ട് പോകുന്നതാണ്. അപ്പം അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാതിരിക്കുക. ഏറ്റവും നല്ലത് ഓർഗാനിക് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. കാരണം അതാണ് ആ ഒരു അൽഗോരിതമാണ് ഇൻസ്റ്റാഗ്രാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ആൾക്കാർക്ക് നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു പ്രവണതയിലായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യേണ്ടതും. ഒക്കെ അതിന് വേണ്ടി നമ്മൾ സ്ട്രോങ് ആയിട്ട് ഒരു ഹുക്ക് ക്രിയേറ്റ് ചെയ്യുക. ഹുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒരു വീഡിയോ വരുന്നു, ആ വീഡിയോ അവർക്ക് കാണത്തക്ക രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് നിങ്ങൾ ആദ്യമേ ക്രിയേറ്റ് ചെയ്ത് വെക്കുക.
ഇപ്പം നമ്മൾ ജ്വല്ലറിയുടെയൊക്കെ ബിസിനസ് ആണെങ്കിൽ സാരിയുടെയൊക്കെ ബിസിനസ് ആണെങ്കിൽ ഒരു സാരി നിങ്ങൾ നിവർത്തി അങ്ങ് കാണിക്കുക, അങ്ങനെയൊക്കെ. അപ്പം അതിൻ്റെയൊക്കെ ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് ChatGPT വഴിയും DeepSeek ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പം ഞാൻ കൂടുതലായിട്ടും ChatGPT ഒക്കെ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ChatGPT നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. നമുക്ക് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാനും അതുപോലെ തന്നെ ഇംഗ്ലീഷൊക്കെ നമുക്ക് പഠിക്കാനും ഒക്കെ ChatGPT ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ വാട്സപ്പ് നോക്കുവാണെങ്കിൽ അതിലാണെങ്കിൽ ചെറിയൊരു നീല കളറിൽ റൗണ്ട് വൃത്തം സർക്കിൾ കാണുമല്ലോ, ആ സർക്കിൾ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിലും അതിനോട് ഒരു AI ചാറ്റ് ബോട്ട് ആണ്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് അതിനോട് നമ്മൾ മെസ്സേജ് അയക്കുവാണെങ്കിലും ഇപ്പോൾ ഹലോ എനിക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഐഡിയാസ് തരുമോ എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് നമുക്ക് ഐഡിയാസ് ഒക്കെ ഇങ്ങോട്ട് പറഞ്ഞു തരും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ കണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. കൂടുതലായിട്ടും നമ്മൾ വേറെ ആളുടെ കണ്ടന്റ് അടിച്ചു മാറ്റാതെ ഓൺ കണ്ടന്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും വ്യൂവേഴ്സിനെ കിട്ടാം, വ്യൂവേഴ്സിനും സെല്ലേഴ്സിനും കിട്ടാനായിട്ട്, വ്യൂവേഴ്സിനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെയും കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഒരു എനിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഒരു 2-3-4 അക്കൗണ്ട് ഉണ്ട് കേട്ടോ. അതിൽ ആദ്യത്തെ 2 അക്കൗണ്ടും ആക്സിഡൻ്റലി ആദ്യം ഞാൻ ഒരു ബിസിനസ് പേജ് സ്റ്റാർട്ട് ചെയ്ത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തായിരുന്നു. അതിന് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് വന്നു. പിന്നെ ഇപ്പോഴാണ് ജസ്റ്റ് ഒന്ന് ആക്റ്റീവായിട്ട് കിട്ടിയത്. അപ്പം നിങ്ങൾ എന്തായാലും കംപ്ലീറ്റ് ആയിട്ടും സോഷ്യൽ മീഡിയ സെല്ലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക, എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുക. കാരണം ഓരോ മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ടെക്നിക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. വേറെ ആരും നമുക്ക് പറഞ്ഞു തരുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആട്ടോ ഞാൻ ഷെയർ ചെയ്ത്. എൻ്റെ ഇത്രയും വർഷത്തെ സോഷ്യൽ മീഡിയയുടെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. അപ്പം നമ്മൾ ഫോട്ടോസൊക്കെ നമ്മൾ സെല്ലിങ്ങിനായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ കറോസെൽസ്, അതുപോലെ തന്നെ ഫോട്ടോസ്, റീൽസ്, അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ലൈവ് പോകാം. ലൈവിന് പോകാൻ കോൺഫിഡൻസ് ഉള്ളവർക്കാണെങ്കിൽ ലൈവ് പോയി കാണിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ എങ്ങനെ സംസാരിക്കാമെന്നുള്ളത് നമുക്ക് ആദ്യം ചിലപ്പം ചെറിയൊരു ഷൈനസ് ഒക്കെ ഒരു ഇതൊക്കെ തോന്നും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മളത് എക്സ്പീരിയൻസ്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്കത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ക്യാമറയിൽ ഇങ്ങനെ സംസാരിക്കാം, ഒരാളിങ്ങനെ ഫ്രണ്ടിൽ നിൽപ്പുണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കാം. അതൊക്കെ നിങ്ങൾ ചെയ്യാം. നമ്മൾ തന്നെത്താനെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് കയറ്റിക്കൊണ്ട് വരിക എന്നുള്ളതേ ഉള്ളൂ. വേറെ ആൾ നമ്മളെ ചിലപ്പം ചിലർക്ക് ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ചിലരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾക്കാർ കാണുമായിരിക്കും. എല്ലാവർക്കും ഒന്നും അങ്ങനെ കാണണമെന്നൊന്നുമില്ല. ഇൻ കേസ് എനിക്ക് അങ്ങനെ ആരും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ തന്നെത്താനെ അതൊക്കെ ചെയ്യാം. പിന്നെ നല്ലൊരു ഫോൺ, ക്യാമറ ക്വാളിറ്റി ഉള്ള നല്ലൊരു ഫോൺ നിങ്ങൾ വാങ്ങിക്കാം. അതുപോലെ തന്നെ ഇൻ കേസ് നിങ്ങൾ നല്ലൊരു സെല്ലിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പ്രൊഡക്ട്സ് ഒക്കെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട് കാണിക്കാം. അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡ് വാങ്ങിക്കുക, ട്രൈപോഡ് സ്റ്റാൻഡോ. അത് തന്നെ 2 റിംഗ് ലൈറ്റ് ഉള്ളതുകൊണ്ട് റിംഗ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ വേണമെങ്കിൽ 2 വാങ്ങിക്കാം. ഇതിനൊക്കെ ബഡ്ജറ്റഡ് ആയിട്ടുള്ള റേറ്റ്സ് ഒക്കെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ വീഡിയോസ് ഒക്കെ എടുക്കാം. ഇങ്ങനെ ആദ്യം നമുക്ക് ക്യാമറ എങ്ങനെ പിടിക്കണമെന്നൊന്നും അറിയത്തില്ലായിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് എങ്ങനെ പിടിക്കേണ്ട എന്നുള്ള രീതിയൊക്കെ നമുക്കത് മനസ്സിലാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ടെക്നിക്കലായിട്ട് നിങ്ങൾ കുറേ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അതിനകത്ത് നിന്ന് കിട്ടുന്ന ഐഡിയാസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ വീഡിയോസ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സീ യു.